നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ തയ്യാറാക്കിയാലോ. മുളക് നെല്ലിക്ക വെച്ചിട്ടാണ് അച്ചാർ തയ്യാറാക്കുന്നത്. ഈ നെല്ലിക്ക ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിനെ പലയിടത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഞങ്ങളെവിടെയൊക്കെ ഇതിനെ മുളക് നെല്ലിക്ക എന്നാണ് പറയുന്നത്. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ അച്ചാർ കഴിക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. മുളക് നെല്ലിക്ക അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നെല്ലിക്ക ഞാൻ നല്ലതുപോലെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് 3 മണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. കുറഞ്ഞത് 1 മണിക്കൂർ നേരമെങ്കിലും മാറ്റി വയ്ക്കുക. എങ്കിലേ നെല്ലിക്കയിൽ അത്യാവശ്യം ഉപ്പൊക്കെ പിടിച്ച് വരത്തുള്ളൂ. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നെല്ലിക്കയിൽ നല്ലതുപോലെ ഉപ്പൊക്കെ പിടിച്ചതാ ഇതുപോലെ വെള്ളം ഊറി വന്നിട്ടുണ്ട്. ഈ വെള്ളം കളയണ്ട. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് അച്ചാറിൽ ചേർത്ത് കൊടുക്കാനായിട്ടുള്ളതാണേ. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ എടുത്താലും മതി. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകും നല്ലതുപോലെ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത് 3 കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ മതി. വെളുത്തുള്ളി ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ദേ ഇപ്പം ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി. നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നെല്ലിക്കയിൽ നിന്ന് ഊറി വന്നിട്ടുള്ള ഉപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഈ നെല്ലിക്കയ്ക്ക് അത്യാവശ്യം പുളിപ്പുണ്ട്. അപ്പോൾ എത്രത്തോളം പുളി വേണോ അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഞാനിവിടെ 2 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ നെല്ലിക്ക അച്ചാറിന്. പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിന് ആവശ്യമായിട്ടുള്ള എരിവ്, ഉപ്പ്, പുളിയൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ.